അമ്മയില്ലാത്ത വീട്, നെഞ്ചിലൊരു കനലെരിയുന്ന വേദന. അമ്മ തെക്കേ വളപ്പിലെ ചിതയിൽ തീനാളങ്ങൾ നക്കിത്തുടച്ചു. ഒരു പിടി ചാരമാവുന്നതുവരെ ആ വീട് ഞങ്ങളുടെ സ്വർഗമായിരുന്നു. അമ്മയുടെ ശ്വാസനിശ്വാസങ്ങളില്ലാത്ത ഇവിടം ഇന്ന് ആത്മാവും ജീവനും നഷ്ടപ്പെട്ട ഒരു വെറും സിമന്റ് കെട്ടിടം. ആ വീടിന്റെ ഓരോ മുക്കും മൂലയും, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട തെക്കുവശത്തെ മുറിയും, അമ്മയും ഞങ്ങൾ മക്കളും സന്തോഷങ്ങളും സങ്കടങ്ങളും പരിഭവവും തമാശകളും കൊണ്ട് ശബ്ദമുഖരിതമായിരുന്നിടം ഇന്ന് നിശബ്ദമാണ്. ഭക്ഷണം കഴിക്കാൻ ഊണുമേശയെ പ്രാപിക്കാതെ കിഴക്കേ വരാന്തയിൽ സുന്ദരമായ പുറം കാഴ്ചകളിൽ സ്വയം മറന്നിരിക്കാൻ എന്നും കൊതിയായിരുന്നു. അതിരുകളില്ലാത്ത വിശാലമായ തെങ്ങിൻ പറമ്പും അതിനപ്പുറം കുളവും അതിനുമപ്പുറം നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങളും. അമ്മ നട്ടുവളർത്തിയ വിവിധ ഇനൽ പ്ലാവ്, മാവ്, ചാമ്പ, സപ്പോട്ട, മുരിങ്ങ, ഞാവൽ, കുടംപുളി, ഇലമംഗലം, രാമൻപഴം, സീതപ്പഴമെല്ലാം കൊണ്ടും സമൃദ്ധമായിരുന്നു വീടിനു കിഴക്കുവശം. അരികിലായി ഒരു തൊഴുത്തും, തികച്ചും ഒരു ഗ്രാമജന്തം. ഞങ്ങളുടെ വീടിന് രണ്ടു വ്യത്യസ്ത മുഖങ്ങളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പടിഞ്ഞാറ് വരാന്തയും കാർ പോർച്ചും കഴിഞ്ഞാൽ ഒരുവിധം തിരക്കുപിടിച്ച് റോഡിലേക്ക് തുറക്കുന്ന ഗേറ്റും, റോഡിനപ്പുറം മതിൽ കെട്ടി അതിരുകൾ തീർത്ത് നിരനിരയായി വീടുകളും, മതിലിനോട് ചേർന്ന് അമ്മയുടെ പ്രിയപ്പെട്ട ചെമ്പകവും മുല്ലയും ബോഗൻവില്ലയും വെള്ള അലറിയും മഞ്ഞക്കോളാമ്പി പൂക്കളും. തെക്കുഭാഗം മുറ്റത്തോട് ചേർന്നു വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ചെറിയും ചാമ്പയും നെല്ലിക്കാപ്പുളിയും. തെക്കേ അതിർത്തിയിൽ വലിയ വെളുത്ത പൂക്കളുള്ള ഗന്ധരാജൻ ചെടികളുടെ നീണ്ട നിര, പിന്നെ പേരറിയാത്ത കുറേ ചെടികളും. വടക്കുവശത്ത് പേര, പപ്പായ, ഇലിമ്പൻപുളി, വാഴൻപുളി, ചേമ്പ്, കൊള്ളി, കറിവേപ്പില, പിന്നെ വാഴക്കൂട്ടങ്ങളും. കിണറിനോട് ചേർന്ന് കടച്ചക്ക മരവും സർവ്വസുഗന്ധിയും. കുറേ നാളുകളായി മനസ്സിൽ തെളിയുന്ന അമ്മയുടെ മുഖം. അവസാന 2 ദിവസത്തെ ആസ്പത്രിവാസത്തിന് തലേന്നുവരെ എന്നും രാവിലെ കുളിച്ച് തേച്ചുമടക്കിയ ഉടുപ്പിക്ക് നെറ്റിയിൽ ചന്ദനക്കുറിയും അതിനൊത്ത നടുവിലായി ചുമന്ന വട്ടപ്പൊട്ടിട്ട് മുടി ചീകിക്കെട്ടി സുന്ദരിയായി പ്രഭാത ഭക്ഷണത്തിന് വന്നിരിക്കുന്നതാണ്. എന്നെ കണ്ടാൽ എന്നും പരാതിയായിരുന്നു. നരവീണ മുടിയിഴകൾ കറുപ്പിക്കാത്തതിനോ, ഒഴിഞ്ഞ കഴുത്തും കാതും കൈകളുമായി നടക്കുന്നതിനോ. അമ്മയ്ക്കെന്നും ഞങ്ങൾ ഒരുങ്ങി ചെറുപ്പമായി കാണാനായിരുന്നു ഇഷ്ടം. അച്ഛന്റെ വേർപാടിനു ശേഷം കുറേ കാലം അമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങളുടെ ഓരോ അവധിക്കാലവും സന്തോഷമാക്കാൻ പ്രിയപ്പെട്ട വിഭവങ്ങൾ ഒരുക്കി പടിഞ്ഞാറേ വരാന്തയിൽ ഗേറ്റിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന അമ്മ. പറഞ്ഞുറപ്പിച്ച സമയം കുറച്ചൊന്നു വൈകിയാൽ പരിഭ്രമിച്ച് ഫോൺ വിളിയുമായി ഓടി നടക്കും. ഇനി ഞങ്ങളുടെ വരവിനായി കാത്തിരിക്കാനോ പരാതി പറയാനോ ഇല്ല. എല്ലാം ഒന്നൊന്നായി ശൂന്യതയിൽ അലിയുന്നു. സന്ധ്യാനാമം ചൊല്ലാനിരുന്നാൽ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികൾ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടേ എഴുന്നേൽക്കൂ. അമ്മയുടെ കൈപുണ്യമായ അച്ചാറും ജാമും സ്കാഷ്, നെല്ലിക്ക വൈനും അതിന്റെ സ്നേഹരുചി അറിയാത്തവരായി അയൽക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കെന്നും ഞാനുണ്ണിയായിരുന്നു. സുബുണ്ണി ഓർമ്മത്തൂവലുകൾ ഓരോന്നായി പൊഴിയുമ്പോഴും ഇതാരാ എന്ന ചോദ്യത്തിനു മുന്നിൽ ചെറുചിരിയോടെ നോക്കിയിരിക്കും. ഞാൻ സുബുണ്ണിയാണമ്മേ എന്ന മറുപടി കേട്ടാൽ ഏറെ ചിരിയോടെ, ആ സുബുണ്ണി എന്റെ മോളാ. ആ വാക്കും ചിരിയും നോട്ടവും മറക്കാനാവുന്നില്ല അമ്മേ. ആ വിളിയിൽ ഞാൻ എന്നും ഒരു കൊച്ചു പൈതലായിരുന്നു. ഇനിയില്ല ആ ശബ്ദം. എന്റെ ഉള്ളിലെ ഉണ്ണിയും അതോടെ എരിഞ്ഞടങ്ങി. ഇപ്പോൾ ഞാൻ എന്റെ പ്രായത്തെ തിരിച്ചറിയുന്നു അമ്മേ. കുറച്ചു നാളുകളായി കാളാനിയിൽ പോകണം എന്ന ഉത്സാഹത്തിൽ ബാഗ് ഒതുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. ഒരു 2 ദിവസമെങ്കിലും മക്കളോടുമൊപ്പം ആ വീട്ടിൽ കഴിയാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു. കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിവെച്ചാണല്ലോ ഓരോ ജീവനും കടന്നുപോകുന്നത്. അമ്മയെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് എഴുതണമെന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ വിസ്മൃതിയുടെ അടപ്പുകൾ ഉറക്കെ തട്ടി തുറന്നുകൊണ്ട് ഓർമ്മകളൊരൊന്നും പേനത്തുമ്പിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതൊരു തുടക്കമാണ്, അവസാനമില്ലാത്ത തുടക്കം.